ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെറൈറ്റി പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചൈന ഗ്രാസോ ജെലറ്റിനോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഇതൊന്നും ആവശ്യമില്ല. ഇതൊന്നും ഇല്ലാതെ ഒരു സ്റ്റീംഡ് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു മിക്സി എടുക്കുക. അതിലോട്ട് നമുക്കൊരു 4 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു ടീസ്പൂണ് വനില എസൻസ്. ഇനി മിക്സി ഒന്ന് കറക്കിയെടുത്തിട്ട് ഇതുപോലെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി ഒഴിച്ച് വെക്കാം. ഇനി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിന് ടോട്ടലായിട്ട് 500 മില്ലി പാൽ ആവശ്യമുണ്ട്. അതിൽ കുറച്ച് പാൽ മാത്രം ആദ്യം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് ബാക്കി പാൽ കൂടി ഒഴിക്കുക. അതിനുശേഷം ഒരു 4 ടേബിൾ സ്പൂൺ ബോൺവിറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ ആദ്യം അടിച്ചു വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അതുകൂടെ ഇതിലോട്ട് മിക്സ് ചെയ്യുക. ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുക. അതിന് ശേഷം ഒരു അരിപ്പയിലൂടെ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സ്റ്റീം ചെയ്യണത് അതിലേക്കൊന്ന് അരിച്ചൊഴിക്കുക. ഇതിൽ മുട്ടയുടെ ഒക്കെ പാട പോലൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് പോവാനാണ്. എന്നിട്ടൊരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു റിങ് ഇറക്കി വെക്കുക. അതിന് മീതെ നമ്മൾ ഈ പാത്രം വെക്കുക. പാത്രം ഒന്ന് അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുക. എന്നിട്ട് മീഡിയം ഹീറ്റിലാണ് 40 മിനിറ്റ് ഇത് സ്റ്റീം ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആപ്പിൾ ബോൺവിറ്റ പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.